السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. أما بعد، قال الله تعالى في القرآن المجيد: قل سيروا في الأرض فانظروا كيف بدأ الخلق. وقال أيضا: أولم يرى الذين كفروا أن السماوات والأرض كانتا رتقا ففتقناهما. സമാദരണീയായ അധ്യക്ഷൻ, ഉസ്താദുമാർ, സ്നേഹനിധികളായ മുത്തഅല്ലിം സുഹൃത്തുക്കൾ, അനുഭൂതിദായകമായ ഉദ്യാനത്തിലെ രാജമല്ലിയായ ജനഹൃദയങ്ങളിൽ സത്യസുഗന്ധം പരത്തിയ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ 1499 ജന്മദിനം ആഘോഷിക്കുന്ന ഈ വേളയിൽ എൻ്റെ ഹൃദയമായ നിബിദിനാശംസകൾ. സൃഷ്ടികളിൽ ശ്രേഷ്ഠരായ മനുഷ്യരുടെ ഇഹപര വിജയത്തിന് സൃഷ്ടാവ് സംവിധാനിച്ച മാർഗമാണ് മതം. ആദം നബി അലൈഹിസ്സലാം ആയിരുന്നു ആദ്യത്തെ പ്രവാചകൻ. എന്ന് വെച്ചാൽ മനുഷ്യ ചരിത്രം ആരംഭിക്കുന്നതോടുകൂടെ തന്നെ മതത്തിന്റെയും ചരിത്രം ആരംഭിച്ചു. പരിശുദ്ധ ഇസ്ലാം പൂർവികന്മാരായ പണ്ഡിതന്മാർ നിർവഹിച്ചതുപോലെ ഭൗതികവും ആത്മികവുമായ ഒരു മനുഷ്യനെ അവന്റെ സമ്പൂർണ്ണ വിജയത്തിലേക്ക് നയിക്കുവാനുള്ള ഇലാഹിയായ സംവിധാനമാണ്. അതിന്റെ പ്രബോധകന്മാരായിരുന്നു 1,00,000 ചില്ലാനം പ്രവാചകന്മാർ. മതമില്ലാതെ മനുഷ്യന് ധാർമ്മികതയോ മൂല്യങ്ങളോ തീരുമാനിക്കാൻ കഴിയില്ല. ഓരോ മനുഷ്യന്റെയും തീരുമാനങ്ങൾ വ്യത്യസ്തമായിരിക്കാം. ഒരു നാട്ടിലെ നിയമം മറ്റൊരു നാട്ടിൽ പ്രായോഗികമേ ആവില്ല. നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയനുസരിച്ച് ഗർഭചിത്രം വലിയ കുറ്റകരമാണെങ്കിൽ ഒറ്റക്കുട്ടി നയം പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരുന്ന ചൈനയുടെ ഭരണഘടനയനുസരിച്ച് അവർക്ക് അത് അനുവദനീയമാണ്. ധർമ്മവും അധർമ്മവും തീരുമാനിക്കാൻ ഓരോ മനുഷ്യനും അവന്റേതായ ഇഷ്ടത്തോടെ മുന്നോട്ട് വന്നാൽ സ്വാഭാവികമായും അധർമ്മങ്ങളുടെ ഉത്തരങ്ങളാണ് ഉണ്ടാവുക. മറ്റു സൃഷ്ടികളെ പോലെയല്ല മനുഷ്യനെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തനാക്കുന്ന ഘടകം ബുദ്ധിയും ചിന്താശേഷിയും പൊതുകാര്യങ്ങളേക്ക് പരിശോധിച്ച് മുഖ്യമായ തീരുമാനത്തിലേക്ക് എത്തുവാനുള്ള ശേഷിയും ഒക്കെയാണ്. അതുകൊണ്ട് തന്നെ മറ്റു സൃഷ്ടികൾക്കൊന്നും ഇല്ലാത്ത വിധം മനുഷ്യനൊരു വ്യവസ്ഥിതി വേണ്ടി വരുന്നത്. ഒരു വ്യവസ്ഥിതി വേണമെങ്കിൽ അതിന് നിയമങ്ങൾ വേണം, വിലക്കുകളും അനുകൂലിക്കുന്ന ഘടകങ്ങളും വേണം. മറ്റു ജീവികളൊക്കെ നൈസർഗികമായി ലഭ്യമായ അവരുടെ ശക്തി അനുസരിച്ച് മുന്നോട്ട് പോകും. ഭക്ഷണം കഴിക്കുന്നു, അവരുടെ വംശം നിലനിർത്താൻ ആവശ്യമായ ലൈംഗിക ബന്ധത്തിലൊക്കെ ഏർപ്പെടുന്നു. അതിനപ്പുറം എത്ര കാലം പുരോഗമിച്ചാലും അവരുടെ ജീവിത വ്യവസ്ഥയിൽ ഒരു മാറ്റവും വരുന്നില്ല. ഭക്ഷണം കഴിക്കുന്നതിലോ കൂടുവെക്കുന്നതിലോ മറ്റേതെങ്കിലും ഒരു സാമൂഹിക ക്രമത്തിലോ ഒരു മാറ്റവും മറ്റു ജീവികൾക്കില്ല. എന്തുകൊണ്ടെന്നാൽ സൂറത്ത് ത്വാഹയുടെ 50-ാമത്തെ വചനത്തിൽ പറയുന്നത് പോലെ അള്ളാഹു സൃഷ്ടിക്കുകയും അവൻ നൽകുന്ന നൈസർഗികമായ ചോദനങ്ങളും പ്രചോദനങ്ങളും അനുസരിച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുക എന്നതാണ് അവയുടെ ഏക ലക്ഷ്യം. എന്നാൽ മനുഷ്യൻ അങ്ങനെയല്ല. മനുഷ്യന് നിരന്തരമായും പുരോഗമിക്കാൻ പറ്റും. പ്രത്യേകിച്ചും അവന്റെ ബുദ്ധി സ്ഥിരമായും പുരോഗമിക്കും. നിയമങ്ങളിലേക്ക് അവന് മാറാൻ കഴിയും. അതുകൊണ്ട് തന്നെ നൈസർഗികമായ ജീവിത വ്യവസ്ഥയിൽ നിലകൊള്ളുക എന്നതവനില്ല. ഒരു ജീവിയും ഭക്ഷണാവശ്യാർത്ഥമല്ലാതെ തന്നെക്കാൾ ശക്തി കുറഞ്ഞ ഒരു ജീവിയെ ഉപദ്രവിക്കുന്നില്ല. ഒരു ജീവിയും ശാരീരിക പാകത എത്താത്ത തന്റെ എതിർലിംഗത്തെ ശാരീരികമായി ഉപദ്രവിക്കുന്നില്ല. ഒരു ജീവിയും നല്ല ശക്തിയുള്ള ഒരു മൃഗമാണെങ്കിലും ഒരു സിംഹം തന്നെക്കാൾ ശക്തി കുറഞ്ഞ ഒരു ജീവിയെ ഭക്ഷണം ആവശ്യാർത്ഥമല്ലാതെ നിരന്തരം ഒരു ഹോബിയായി കൊന്നുകളയുന്നില്ല. അതുകൊണ്ട് കാട്ടിൽ നിയമമില്ല. സിംഹം രാജാവോ കുറുക്കൻ മന്ത്രിയോ അല്ല. എന്നാൽ മനുഷ്യന്റെ കാര്യം ഇങ്ങനെയല്ല. ഒരു നിയമം കൊണ്ട് നിയന്ത്രിക്കപ്പെടുന്നില്ലെങ്കിൽ ഈ നാട് തന്നെ ഇല്ലാതായ പോകുന്ന അവസ്ഥയാണ് ഉണ്ടാവുക. അതുകൊണ്ടാണ് മതത്തെയും ദൈവത്തെയും പ്രവാചകന്മാരെയും നിഷേധിക്കുന്ന ഭൗതികർ ഭരിക്കുന്ന നാടുകളിൽ പോലും ഏറ്റവും ക്ലിഷ്ടകരമായ ബുദ്ധിമുട്ടേറിയ നിയമങ്ങൾ നിലനിൽക്കുന്നത്. ഈ ലോകത്തിലെ ഏറ്റവും കൂടുതൽ ഡെത്ത് പെനൽറ്റി നിലനിൽക്കുന്നത് നിരാഷ്ട്രീയവാദികൾ ഭരിക്കുന്ന ചൈനയിലാണ് നമുക്കറിയാം. 2009 കണക്ക് പുറത്തുവിട്ടതനുസരിച്ച് 5000-ഓളം ആളുകളെയാണ് ചൈന ഗവൺമെന്റ് വധശിക്ഷയ്ക്ക് വിധേയരാക്കിയത്. എന്നാൽ മറ്റുള്ള എല്ലാ രാജ്യങ്ങളും ചേർന്ന് ഇതിന്റെ പകുതി ആളുകളെ പോലും വധശിക്ഷയ്ക്ക് വിധേയരാക്കിയിട്ടില്ല. എന്തുകൊണ്ട്? മനുഷ്യനൊരു നിയമം കൂടി എത്തിയില്ലേ? ആ നിയമം അവനെ പോലുള്ള ഏതെങ്കിലും ഒരു മനുഷ്യൻ നിർമ്മിച്ച് ആ മനുഷ്യന് ചില പരിമിതികളൊക്കെ ഉണ്ട്. നിരവധിയായ പരിമിതികളുണ്ട്. അവന്റെ വിജ്ഞാനത്തിനും അറിവിനും പരിമിതികളുണ്ട്. അവന്റെ ഉൾക്കാഴ്ചക്കും പരിമിതികളുണ്ട്. ഇങ്ങനെയുള്ള
ഏതെങ്കിലും ഒരു മനുഷ്യൻ നിയമങ്ങൾ നിർമ്മിച്ച് മറ്റുള്ള എല്ലാ മനുഷ്യനും അത് അംഗീകരിക്കുകയാണോ വേണ്ടത്? മനുഷ്യനെ സൃഷ്ടിച്ച സൃഷ്ടാവുന്ന റബ്ബ് അവർ നിയമം നമ്മളിലേക്ക് അവതരിപ്പിക്കുകയും മറ്റുള്ള എല്ലാ മനുഷ്യനും അത് അംഗീകരിക്കുകയാണോ വേണ്ടത് എന്നതാണ് നമ്മുടെ മുമ്പിലേക്കുന്ന ഏറ്റവും വലിയ ചോദ്യം. ഈ ലോകത്തിനൊരു തുടക്കമുണ്ടെന്ന് ശാസ്ത്രലോകം അംഗീകരിക്കുന്നു. സ്റ്റഡി സ്റ്റേറ്റ് തിയറി എന്ന പേരിൽ 1946 കാലഘട്ടങ്ങളിൽ വന്ന ഈ പ്രപഞ്ചം എന്നും എങ്ങനെയായിരുന്നു എന്ന സിദ്ധാന്തം ഇന്നൊരിക്കലും ശാസ്ത്രലോകം അംഗീകരിക്കുന്നില്ല. 1929 ഹബിൾ എന്ന സയന്റിസ്റ്റ് ഈ പ്രപഞ്ചം വികസിച്ചിരിക്കുന്നു എന്ന് കണ്ടെത്തി. ഈ പ്രപഞ്ചം വികസിച്ചിരിക്കുന്നുവെങ്കിൽ തീർച്ചയായും ഈ വികാസം ചുരുങ്ങി വന്ന് ശാസ്ത്രത്തിന്റെ ധാരണയനുസരിച്ച് 1382 കോടി വർഷം മുന്നേ ഒരു ചെറിയ നബുലയായിരുന്നു ഈ പ്രപഞ്ചം. ആ നബുലയിൽ സാന്ദ്രത കൂടുകയും ശാസ്ത്രലോകം പൊട്ടിത്തെറിച്ച് ബിഗ് ബാങ് എന്ന പ്രതിഭാസത്തോടുകൂടെ വികസിച്ച് വരികയും ചെയ്തുവെന്ന് ഇന്ന് കോസ്മോളജിയായി ബന്ധപ്പെട്ട എല്ലാ ശാസ്ത്രശാഖയും ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുന്നു. ഈ പ്രപഞ്ചത്തിനൊരു തുടക്കമുണ്ടെങ്കിൽ ഒരിക്കലും അനിവാര്യമായ ഒരു ആസ്തിത്വമല്ല ഈ പ്രപഞ്ചം. ഞാനോ നിങ്ങളോ ഈ കാണുന്ന പ്രകൃതി വസ്തുക്കളോ നിർബന്ധമായി ഉണ്ടാവേണ്ട നെസസറി ബീയിങ് അല്ലെന്ന് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ ഒന്ന് മറ്റൊന്നിനെ ആശ്രയിച്ചുകൊണ്ടിരിക്കും. ഒന്നിനെ ആശ്രയിക്കാതെ ഒരു വസ്തുവിനും നിലനിൽക്കാനാവില്ല. അങ്ങനെ വരുമ്പോൾ ഒരിക്കലും അനിവാര്യമല്ലാത്ത ഈ ഒരു പ്രപഞ്ചത്തെ, ഈ മഹാണ്ഡ ഘടാകത്തെ ആരാണ് സൃഷ്ടിച്ചത് എന്ന ചോദ്യം നമ്മുടെ മുമ്പിലെത്തുന്നു. അവരെ കുറിച്ചാണ് മതം പരിശുദ്ധ ഇസ്ലാം അല്ലാഹു റബ്ബു തആല എന്നൊക്കെ പഠിപ്പിക്കുന്നു. ഒരിക്കലും അനിവാര്യമായ ഒരു ആസ്തിത്വമല്ല ഈ പ്രപഞ്ചം. അനിവാര്യമല്ലാത്ത ഈ ഒരു സംഗതി അനിവാര്യതയിലേക്ക് അല്ലെങ്കിൽ ഉണ്മയിലേക്ക് കൊണ്ടുവരണമെങ്കിൽ ഇല്ലായ്മയും ഉണ്മയും ഒരേ സാധ്യതയുള്ള ഈ പ്രപഞ്ചത്തെ ഇല്ലായ്മ എന്ന അവസ്ഥയിൽ നിന്ന് ഉണ്മ എന്ന അവസ്ഥയിലേക്ക് കൊണ്ടുവരണമെങ്കിൽ നമ്മുടെ കിതാബുകളുടെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു മുഹദ്ദിസ് വേണം. ആ മുഹദ്ദിസിനെ നിഷേധിച്ചുകൊണ്ട് ഈ പ്രപഞ്ചം ഇല്ലെന്ന് പറയാനേ കഴിയില്ല. അതുകൊണ്ടാണ് ആദ്യകാല യുക്തിവാദികളൊക്കെ ഈ പ്രപഞ്ചം ഇല്ലെന്ന് പറയാൻ ശ്രമിച്ചത്. ശറുൽ അഖായിദ പോലുള്ള ഗ്രന്ഥത്തിന്റെ ആമുഖത്തിൽ തന്നെ കാണുന്നു. ഇമാമുന ഉമർ നസബി തങ്ങൾ പറയുന്നു, ഈ പ്രപഞ്ചം ഉണ്ട്, വസ്തുക്കൾ ഉണ്ടെങ്കിൽ ഇല്ലായ്മയിൽ നിന്ന് ഉണ്മയിലേക്ക് വന്നെങ്കിൽ അതെങ്ങനെ വന്നു? തീർച്ചയായും ഈ പ്രപഞ്ചത്തിന് ഒരു തുടക്കക്കാരനുണ്ട്, ഒരു മുസബ്ബിബുൽ അസ്ബാബ് ഉണ്ട്. ആ മുസബ്ബിബുൽ അസ്ബാബാവുന്ന അടിസ്ഥാനത്തെയാണ് മതം, ദൈവം, ഇലാഹി, റബ്ബ് എന്നൊക്കെ പഠിപ്പിക്കുന്നത്. ഇത് നിഷേധിച്ചുകൊണ്ട് ഈ പ്രപഞ്ചത്തിന്റെ ഉണ്മയെ അംഗീകരിക്കാൻ കഴിയില്ല. പീഡനം സഹിച്ച് കറുത്തവനായതുകൊണ്ട് മാത്രം നിരന്തരം ആക്രമിക്കപ്പെട്ട മുഹമ്മദ് അലി ഖിള എന്ന ബോക്സിംഗ് ചാമ്പ്യൻ അവസാനം ഇസ്ലാമിന്റെ ശാന്തത തീരത്തിലേക്ക് കടന്നു വരികയാണ്. അവിടെ ഇന്റർവ്യൂ നടത്തുന്ന ഒരു പത്രപ്രവർത്തനം അദ്ദേഹത്തോട് ചോദിക്കുന്നു, താങ്കൾ ഇസ്ലാമിലാണല്ലോ ഇപ്പോ, അത് ഞങ്ങൾ അംഗീകരിക്കുന്നു. ഈ പ്രപഞ്ചത്തിന്, ഈ മഹാണ്ഡ ഘടാകത്തിന് ഒരു ക്രിയേറ്റർ ഉണ്ട് എന്ന് താങ്കൾ വിശ്വസിക്കുന്നുണ്ടോ? മുഹമ്മദ് അലി ഖിള അദ്ദേഹത്തോട് തിരിച്ചൊരു ചോദ്യമാണ് ചോദിക്കുന്നത്. എനിക്ക് കൃത്യമായ ബോധ്യമുണ്ട് എന്ന് പറയുന്നതിന് പകരം ആ ഇന്റർവ്യൂ നടത്തുന്ന ആളുടെ മുമ്പിൽ നിൽക്കുന്ന ഗ്ലാസ് പൊക്കിക്കൊണ്ട് ചോദിച്ചു, ഈ ഗ്ലാസ് ഇവിടെ എങ്ങനെ എത്തി? അദ്ദേഹം പറഞ്ഞു, ആ പോയി കൊണ്ടുവന്നു. ഈ ഗ്ലാസ് എങ്ങനെ ഉണ്ടായി? താങ്കൾ ഇട്ടിരിക്കുന്ന കോട്ട്, താങ്കൾ ഉപയോഗിക്കുന്ന പുസ്തകം, താങ്കൾ എഴുതുന്ന പേന, ഇതൊക്കെ ഇങ്ങോട്ടും കടന്നു വന്നു എന്ന് ചോദിക്കുമ്പോൾ അതിനൊക്കെ കാരണക്കാരുണ്ടെന്നും അത് നിർമ്മിക്കുന്ന ഫാക്ടറികൾ ഉണ്ടെന്നും അതിന് പിന്നിൽ വലിയൊരു മനുഷ്യാധ്വാനം തന്നെ ആവശ്യമാണെന്നും ആ ഇന്റർവ്യൂ നടത്തുന്ന ആൾ സമ്മതിക്കും. ബോക്സർ ഇസ്ലാമിന്റെ പ്രബോധകനായി മാറിയ മുഹമ്മദ് അലി ഖിള അദ്ദേഹത്തോട് ചോദിക്കുകയാണ്, ഈ കാണുന്ന ചന്ദ്രനും സൂര്യനും യുറാനസും നെപ്റ്റൂണും മറ്റുള്ള ഈ മഹാണ്ഡ ഘടാകവും ഈ മഹാണ്ഡ ഘടാകത്തെ സജീവമായി നിലനിർത്തുന്ന ഓക്സിജനും സൂര്യനും ഓക്സിജനും മറ്റു കാര്യങ്ങളും ഒക്കെ വെറുതെ ഉണ്ടായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. തീർച്ചയായും ഇതിനൊക്കെ ഒരു ക്രിയേറ്റർ, അത് നമ്മൾ അംഗീകരിച്ചാൽ മതിയാവും. ഈ വിശ്വാസം മനുഷ്യന് സന്തോഷം, കച്ചവടം തോറ്റാലും എന്നെ രക്ഷിക്കാൻ എന്റെ റബ്ബിനാവുമെന്നുള്ള വിശ്വാസം അവന് സംതൃപ്തി നൽകുന്നു. അടുത്ത ബന്ധു മരണപ്പെട്ടാൽ പോലും എന്റെ റബ്ബ് എന്തെങ്കിലും നന്മ ഉദ്ദേശിച്ചു കാണുമെന്നുള്ള വിശ്വാസം ആത്മഹത്യയിൽ നിന്ന് തടയുന്നു. ലിബറലിസത്തെ കുറിച്ച് നമുക്കറിയാം. സർവതന്ത്ര സ്വാതന്ത്ര്യവാദമാണ് അവർ ഉന്നയിക്കുന്നത്. എന്റെ ജീവിതത്തിൽ മതമോ ഗ്രന്ഥമോ പ്രവാചകനോ എന്റെ പിതാവോ മാതാവോ അധ്യാപകനോ എന്നെ സ്വാധീനിക്കാൻ പാടില്ല. അവർ ഒരിക്കലും എന്നെ നിയന്ത്രിക്കാൻ പാടില്ല. മൈ ബോഡി ഈസ് മൈ ചോയ്സ്, എന്റെ ശരീരം എന്റെ അവകാശം, അത് ഞാൻ നിയന്ത്രിക്കുമെന്ന് പറഞ്ഞ് സർവ്വവിധത്തിലുള്ള കൂട്ടാട്ടങ്ങളെയും മാന്യവൽക്കരിക്കുന്നതിനും അതിന് നിയമത്തിന്റെ പിന്തുണ നൽകുന്നതിനും ഇന്ന് വ്യാപകമായ ശ്രമങ്ങൾ നടക്കുന്നത്. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, രക്ഷിതാക്കൾ,
ഉസ്താദുമാരെ, മുതഅല്ലിം സുഹൃത്തുക്കളെ, നമ്മുടെ മുമ്പിൽ വലിയൊരു ദൗത്യം തന്നെയുണ്ട്. പരിശുദ്ധമായ ഇസ്ലാമിന്റെ ഏറ്റവും വലിയ പ്രബോധകരും പ്രചാരകരുമായി ഇന്നുള്ള ഏറ്റവും വൃത്തികെട്ട താന്തോന്നിത്തരത്തിന് പിന്തുണ നൽകുന്ന മനുഷ്യനായി പിറന്നിട്ട് അന്യഗ്രഹ ജീവിയായി മാറാൻ വേണ്ടി ശരീരമാസകലം പച്ചകുത്തി കൊമ്പുവെച്ച് ചെവിയൊക്കെ പൂർപ്പിച്ച് നിർത്തി ശരീരമാസകലം വികൃതമാക്കുന്ന ആ രീതിയിൽ നിന്ന് ആണായി പിറന്നിട്ട് ആണിന്റെ എല്ലാ സംവിധാനങ്ങളും എല്ലാ അർത്ഥത്തിലും നിലനിൽക്കെ തന്നെ അതൊരിക്കലും അംഗീകരിക്കില്ലെന്ന് പറഞ്ഞ് 8-9 കോസ്റ്റ്ലിയായ സർജറികൾ നടത്തി സർജറികൾ നടത്തി ജീവിതം തന്നെ താറുമാറായി പോകുന്ന ഈ നവകാലത്ത് ഏകദേശം 30,000-ഓളം ആളുകളെയാണ് LGBTQIA+ പോളിസി അംഗീകരിക്കുന്നവരായി ഇന്ന് കേരളത്തിലുണ്ടെന്ന കണക്കുകൾ പറയുന്ന ഈ ഒരു സാഹചര്യത്തിൽ മതത്തിന്റെ ധർമ്മനിഷ്ഠമായ പാതയിലേക്ക്, ശാന്തള തീരത്തിലേക്ക്, സമാധാനത്തിന്റെ മാർഗത്തിലേക്ക് ഈ സമൂഹത്തെ സമുദ്ധരിക്കാനും വഴികാട്ടാനും നമ്മൾ എപ്പോഴും മുൻപന്തിയിൽ ഉണ്ടാവുമെന്ന് ഞാൻ ഇവിടെ ഉണർത്തുകയാണ്. അതിന് ഏറ്റവും യുക്തപരമായ രീതി ഞാൻ സ്വീകരിക്കുകയും വേണം. എന്നാണ് ഖുർആന്റെ ആജ്ഞാപനം. യുക്തിപരമായും ഗുണകാംക്ഷയോടെയും നിങ്ങൾ അല്ലാഹുവിന്റെ മാർഗത്തിലേക്ക് ആളുകളെ ക്ഷണിക്കുക. നാഥൻ തുണക്കട്ടെ. ദുആവസിയത്തോടെ ഞാൻ എന്റെ വാക്കുകൾ ചുരുക്കുകയാണ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.